ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ വിപരീതമായിട്ട് രാവിലെ എഴുന്നേക്കുന്നതാണ്. പക്ഷെ പിന്നെയും ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പാണ്. അപ്പോഴും നമ്മൾ വീണ്ടും ബ്ലാങ്കറ്റിൻ്റെ ചുരുണ്ട് കൂടാനായിട്ട് നോക്കത്തു. അമ്മാമ്മ ഇതുവരെ എഴുന്നേറ്റില്ല. അമ്മാമ്മയ്ക്ക് 10-10:30 മണിയാവും അമ്മാമ്മ ഒന്ന് എഴുന്നേക്കാനായിട്ട്. കാരണം മെഡിസിനൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് അമ്മാമ്മയ്ക്ക് പെട്ടെന്ന് പറ്റത്തില്ല എഴുന്നേക്കാനായിട്ട്. സോ ഞാൻ രാവിലെ എഴുന്നേറ്റു. അത്യാവശ്യം വേണ്ട ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് തീർത്തു. ഇനി അമ്മാമ്മ എഴുന്നേക്കണം. ഇവരുടെ ജൂതന്മാരുടെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ആദ്യം വന്ന് അടുപ്പ് കത്തിക്കണം. നമുക്ക് അടുപ്പ് കത്തിക്കാൻ പെർമിഷൻ ഇല്ല. നമ്മൾ കത്തിക്കുമ്പോഴും ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ വന്നപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. 1-2 ദിവസമൊക്കെ ഇവർ അസൂർ എന്നൊക്കെ പറയുന്നു. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവർ തന്നെ ആയിരിക്കണം. അത് എന്നിട്ട് കത്തിച്ചിട്ട് അമ്മാമ്മ ആ തീ ഇങ്ങനെ കണ്ണിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. ഞാനും വെക്കും കേട്ടോ. അത് വല്ലാത്ത ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. ആ ഒരു ദിവസം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ഓരോ ദിവസം ബെറ്ററായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ദൈവാനുഗ്രഹം, ദൈവം തന്ന ദാനം, ദൈവത്തിൻ്റെ കരുണ എന്നല്ലാതെ വേറെ എന്ത് വിശേഷിപ്പിക്കാനായിട്ട്. അപ്പോൾ പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരിടത്ത് ചെന്ന് കടയിൽ ചെന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെന്ന് അല്ലെങ്കിൽ ഒരാളോട് എനിക്ക് കുറച്ച് പോസിറ്റീവ് വൈബ് തരാമോ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തരാമോ എന്ന് നമുക്ക് ഒരാളോടും ചെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ മേടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല അത്. മനസ്സിലായില്ലേ? പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇവിടെ ഇസ്രായേലിൽ വന്നിട്ട് ആദ്യമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഫ്രണ്ട്സ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ബിഷപ്പിൻ്റെയൊക്കെ വില, ഒരു തുള്ളി വെള്ളത്തിൻ്റെയൊക്കെ വില ഞാൻ വന്ന നാളുകളിൽ തന്നെ ദൈവം തമ്പുരാൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൂടെ കടന്നു പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മണ്ണിൽ പെട്ടെന്നൊരു ദിവസം ആഗ്രഹിച്ച് ദൈവം എന്നെ ഇങ്ങോട്ട് ഒരുക്കി കൊണ്ടുവന്ന വ്യക്തിയല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കരഞ്ഞു, ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടു, ഒരുപാട് പുച്ഛിക്കൽ കേട്ടു, ഒരുപാട് പരിഹാസം കേട്ടു. ഇതിനൊക്കെ ഒടുവിൽ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. കാരണം എൻ്റെ മനസ്സിൽ പോസിറ്റീവ് ഉള്ളത് കൊണ്ട് മാത്രം. തളർന്ന് വീഴാൻ പല സാഹചര്യങ്ങൾ വന്നിട്ടും ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, വാ പൊട്ടി നിലവിളിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും എന്നിലുള്ള എൻ്റെ പോസിറ്റീവ് എനർജി, ദൈവം എനിക്ക് തന്നിട്ടുള്ള എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ ചുറ്റുമുള്ളവരിൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും പോസിറ്റീവ് പറയാൻ ഒരാളുണ്ടായാൽ മതിയടോ. നീ അങ്ങനെ ചെയ് എന്ന് പറയാൻ നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദമുണ്ടല്ലോ. കുറ്റപ്പെടുത്തലുകൾക്കിടയിലും ഒറ്റപ്പെടുത്തലുകൾക്കിടയിലും നമ്മൾ കേൾക്കുന്ന നീ അങ്ങനെ ചെയ്, അതാണ് നിനക്ക് നല്ലത് എന്ന് അന്ന് എനിക്ക് കേട്ടൊരു സ്വരമുണ്ട്. ഞാൻ ആ വ്യക്തിയെ നന്ദിയോടെ ഓർക്കുന്നു. റീന ചേച്ചി, ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നു. അക്ഷയയിൽ ജോലി ചെയ്യുന്ന റീന ചേച്ചി, പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് നീ നാളെ രാവിലെ തന്നെ റീജിയണൽ ഓഫീസിൽ പോകൂ, നീ പോണം, ശരിയാകും. അന്ന് ആ ചേച്ചി തന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് താണ്ട് എന്നെ ഇഷ്ടം വരെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വീണു പോയിന്, എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പോയേനെ ഞാൻ. സോ പോസിറ്റീവ് വൈബ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണത്. കുറ്റപ്പെടുത്തലുകൾക്കിടയിലും ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും, എനിക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് കേൾക്കാൻ. ആ ശബ്ദത്തെ തിരിച്ചറിയുക, അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങനെ അന്ന് ഞാൻ ആ ശബ്ദം കേട്ടു, പോയി, റിജക്ഷനായിരുന്നു. തിരിച്ചു വന്നു, വീണ്ടും ശ്രമിച്ചു, അത് സക്സസ് ആയിരുന്നു. വീണ്ടും പാസ്പോർട്ട് കിട്ടി, വീണ്ടും PCC കിട്ടി. അപ്പോഴും നമ്മളെ എന്താ പറയുക, ഞാൻ ഇന്നും ഓർക്കുന്നു, എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് പേരുണ്ട്. അവൾക്കെങ്ങനെ പാസ്പോർട്ട് കിട്ടാനാ, ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അവൾക്കെങ്ങനെ PCC കിട്ടാനാ, അവളൊന്നും പോകത്തില്ലെന്നേ, അവളൊക്കെ ചുമ്മാ, അവളൊക്കെ ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ കട നാട്ടിൽ വരുത്തി വെച്ചിട്ട് അവിടെ തന്നെ ജീവിക്കും. അവളൊന്നും ദൈവത്തിൻ്റെ നാട്ടിലൊന്നും എത്തിപ്പെടാൻ പോകുന്നില്ല. എത്രയോ പേര് അവ പുച്ഛിച്ചവരോടൊക്കെ സത്യം പറഞ്ഞാൽ നന്ദിയാണ് എനിക്ക്, കടപ്പാടാണ് എനിക്ക്. ചേർത്ത് നിർത്തിയവരെക്കാളേറെ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തികളോടാണ്. കാരണം അവർ തന്ന എനർജിയാണ്, അവർ പറഞ്ഞ വാക്കുകളാണ് എന്നെ മുന്നോട്ട് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഏക ഘടകം. നമ്മളൊരു വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ നമ്മളതിന് ഇന്ധനം ഒഴിക്കണം. ഫോണിൽ ചാർജ് തീർന്നാലും നമ്മളത് ബാറ്ററി ചാർജ് ചെയ്യണം. അതേ കണക്ക് ഞാൻ തളർന്നിരുന്നപ്പോൾ, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയത്ത് ഇവർ തന്ന എനർജി,
ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ പുച്ഛിക്കാൻ പാടില്ല, അവരെ ചേർത്ത് പിടിക്കണം. അവർ പറയുന്ന പഴിവാക്കുകൾ കേൾക്കണം, ക്ഷമയോടെ ഇരുന്ന് കേൾക്കണം. അവർ പറയുന്നത് എന്താണ്? നിൻ്റെ തെറ്റാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടത് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, എന്നെ കൊണ്ട് അത് പറ്റത്തില്ലേ, എൻ്റെ കഴിവ്, എൻ്റെ പൊട്ടൻഷ്യൽ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവരാണോ തീരുമാനിക്കുന്നത്? അവരാണോ എൻ്റെ കാലിബർ തീരുമാനിക്കുന്ന അവരാണോ? ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഞാൻ ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഈ നിൽക്കുന്നത്. മനസ്സിലായോ? അതിനിടയിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ രാത്രികൾക്ക് കണക്കില്ല, പോയ കണ്ണീരിന് കണക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ രാത്രികൾക്ക് കണക്കുണ്ട്, ആ കണ്ണീരിന് കണക്കുണ്ട്. അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പോസിറ്റീവ് വൈബ് മാത്രം അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവ്സിനെ ഫുള്ളും കളയുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന നെഗറ്റീവ് പോയിൻ്റ് എന്താണോ അത് നേടിയെടുത്തിട്ട് നമ്മളെ പുച്ഛിക്കുകയും തള്ളി പറയുകയും ഇവളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് അവരുടെ നാവ് അവരെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതല്ല. അവർ തന്നെ പറയാം, എന്നാലും ആ കൊച്ചു പോയില്ലേ, എന്നാലും അവൾ നേടിയില്ലേ. അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കും, അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയാണത്, അത് പോസിറ്റീവ് വൈബാണത്. അതാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ നെഗറ്റീവ് പറയുന്നവർ പറയണം, അത് കേൾക്കണം. അല്ലാതെ അവരോട് ഓപ്പോസിറ്റ് സംസാരിക്കാൻ വേണ്ടി പോയാലേ നമ്മൾ അവരെക്കാളും താഴോട്ട് പോകും. നമുക്ക് അവരുടെ ഒപ്പം നിൽക്കണ്ട, അവരുടെ താഴോട്ടും പോകണ്ട, നമുക്ക് അവർക്ക് മേലിൽ കയറണം. നമ്മുടെ ചിന്താഗതി കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ മനോഭാവം കൊണ്ടും അവരെക്കാളും മുമ്പിലാണ് എന്ന് കാലം നമുക്ക് ഉത്തരം തരും. മനസ്സിലായ? തെറി വിളിക്കുന്നവർക്ക് പകരം തെറി കൊടുക്കണ്ട, അവർ വിളിക്കട്ടെ. അവരുടെ സംസ്കാരം, അവരുടെ നിലവാരം, അവരുടെ അവരുടെ ആ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക്, ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ കഴിവും എൻ്റെ ബലഹീനതയും എനിക്ക് എന്ത് നേടാൻ സാധിക്കുമെന്ന് ഈ ലോകത്ത് മനസ്സിലാകുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. സോ എൻ്റെ പോസിറ്റീവ് വൈബിനെ ഞാൻ തന്നെ തിരിച്ചറിയുക, അത് തേടിപ്പോവുക, അത് നേടിയെടുക്കുക, വീണ്ടും വീണ്ടും മുന്നിലോട്ട് നിന്ന് ചിന്തിക്കുക. പിന്നെ മുന്നിലോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ തരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഒന്നുമില്ലാതിരുന്നൊരു സാഹചര്യവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം. മനസ്സിലായോ? എൻ്റെ മക്കൾ രണ്ടുപേരും ഇപ്പം ടൂറിന് പോകണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ടൂറിന് പോകേണ്ട പൈസയൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു. അപ്പോഴും ഞാൻ എൻ്റെ മോനോട് ഓർത്ത് പറഞ്ഞ എൻ്റെ കുഞ്ഞിലെ ഒരു സംഭവമുണ്ട്. ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക. എന്നിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ നമുക്ക് FCDP വക നമുക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാനങ്ങനെ ഫീസ് കുറവാണ്. ഞാനവിടെ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് കണക്ക് എൻ്റെ കുഞ്ഞിലെ എനിക്ക് ടൂറിന് പോകുന്നൊരു അവസരം വന്നു. അന്ന് 250 രൂപയായിരുന്നു. വർഷങ്ങൾ എത്ര താണ്ടിയെന്ന് നോക്കണം കേട്ടോ. പക്ഷേ അതെന്നും എൻ്റെ കുഞ്ഞു മനസ്സിൽ അതെന്നും ഒരു വേദനയാണ്, നൊമ്പരമാണ്. അപ്പോൾ ആ 250 രൂപ തന്ന് എന്നെ ടൂറിന് വിടാൻ എൻ്റെ മാതാപിതാക്കൾക്ക് അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പോകണോ, എല്ലാവരും പോകുന്നുണ്ട്, എനിക്ക് പോകണം. ഇന്ന് എൻ്റെ മക്കൾ എന്നോട് പറയുന്ന കണക്ക് ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ അപ്പച്ചനോടും പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മ വന്ന് സാറിനോട് സംസാരിക്കാം, നമുക്ക് പതുക്കെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, എല്ലാവരും പൈസ തന്നിട്ടല്ലേ ചേച്ചി പിള്ളേരെ വിടുന്നത്. ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ നമുക്ക് പോവാം. അങ്ങനെ സാറിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അന്നത്തെ ആ ഒരു സങ്കടം, ആ കുഞ്ഞു മനസ്സിനേറ്റ സങ്കടം ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ടൂറിന് പോയി. ഞാൻ TTCക്ക് പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും എൻ്റെ അപ്പച്ചൻ, പക്ഷെ ടൂറുണ്ട്, എൻ്റെ അപ്പച്ചൻ പിറ്റേന്ന് തന്നെ എനിക്ക് പൈസ തന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ വലിയ സന്തോഷത്തിലും എൻ്റെ കുഞ്ഞു മനസ്സിനേറ്റ ആ ഒരു സങ്കടം ഇന്നും എനിക്കൊരു തീരാവേദനയാണ്. മനസ്സിലായോ? അന്നേരം ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളുമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ അമ്മയ്ക്ക് ഇതേപോലെ അമ്മ പറഞ്ഞു, പക്ഷേ അമ്മച്ചിയുടെ പപ്പാനെ കൊണ്ടും അമ്മേനെ കൊണ്ടും ഞങ്ങളുടെ അവസ്ഥ അതായതുകൊണ്ട് അമ്മയ്ക്കത് പറ്റിയില്ല. പക്ഷേ എൻ്റെ മക്കളെ ഞാൻ അവരാഗ്രഹിക്കുന്നത് നേടിക്കൊടുക്കുന്ന ഒരു അമ്മയാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർക്ക് നേടിക്കൊടുക്കുന്നതിനൊപ്പം അവരറിയണം ഈ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു, ഇതിലൂടെയൊക്കെ ഞങ്ങളും
ഞാനുമായി ബന്ധപ്പെട്ട തലമുറയും ജീവിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കണം. അന്നേരം എൻ്റെ മോന് ഭയങ്കര ഫീൽ ചെയ്തു. അന്നേരം അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ മക്കൾ പോകാമെന്ന് പറഞ്ഞാൽ അത് അമ്മ പോകുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ പപ്പ പോകുന്നതിന് തുല്യമാണ്. അതിലൊന്നും അമ്മയ്ക്ക് വലിയ ഇപ്പോഴും അമ്മ സന്തോഷിക്കുന്നുണ്ട്. കാരണം മക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും അമ്മയ്ക്ക് പപ്പയ്ക്ക് സാധിച്ചു തരാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിനൊക്കെ ദൈവം നമുക്ക് അവസരം ഒരുക്കിയത് കൊണ്ടാണ്, സാഹചര്യം നമുക്ക് തന്നതുകൊണ്ടാണ്, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടായത് കൊണ്ടാണ്, ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പരിഗണിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ്. സോ അത് ഞാൻ ഈ കുഞ്ഞു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടാകും. കുഞ്ഞുനാളിൽ നേടാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ പോകാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റാതെ പോയാൽ, എന്തെങ്കിലും കാരണങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോഴെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇപ്പോൾ എത്ര ദിവസം കൂടിയാണെന്നറിയാമോ നല്ല ഒരു വെയിൽ കിട്ടുന്നത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അങ്ങനെ എന്തായാലും കുറച്ച് നേരമെങ്കിലും നിന്നാൽ മതിയായിരുന്നു വെയിൽ. കാരണം അത്രയ്ക്കും തണുപ്പുണ്ട് നമുക്ക് ആ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാം ശരിയാവും. നമ്മൾ പ്രകൃതിയുടെ വികൃതിയായിട്ട് ഇതൊക്കെ കാണുക. മനസ്സിലായില്ലേ? പ്രകൃതിക്കറിയാം ഓരോ സമയത്തും എന്താ കൊടുക്കേണ്ടത്. അത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ ബോഡി അതിനെ നമ്മൾ അംഗീകരിക്കണം. അതാണ് വേണ്ടത്. അപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാഞ്ചന്മാർക്കും അനുജത്തിമാർക്കും അമ്മമാർക്കും അപ്പന്മാർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു.